സ്ഥാനാർത്ഥിത്വക്കാർക്കുള്ള ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തല കുനിക്കേണ്ടി വരില്ല നാളുകളിൽ എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും. അവരുടെ കൂടെ എന്നും അവരിൽ ഒരാളായിട്ട് അവരുടെ ഒരു മകളായിട്ട് തന്നെയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് നൽകാൻ സാധിക്കും. മലപ്പുറം മംഗലം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ 22കാരിയായ ഒരു സ്ഥാനാർത്ഥി ആരതി പ്രദീപ് PG വിദ്യാർത്ഥിയാണ്. പ്രചാരണം അന്തിമഘട്ടത്തിലാണ്. വളരെ സജീവമായി സ്ഥാനാർത്ഥി പ്രചാരണത്തിലാണ്. നമുക്ക് ആ സ്ഥാനാർത്ഥിയോട് തന്നെ ആ വിശേഷങ്ങൾ ചോദിക്കാം. ഈ ഒരു 22കാരി PG വിദ്യാർത്ഥിയാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയത്? വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വമായിരുന്നു. അപ്പോൾ എന്നെപ്പോലുള്ള ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകയെയൊക്കെ പരിഗണിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. പാർട്ടിക്ക് എല്ലാവിധ ഒരുപാട് കടപ്പാടും നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വലിയ ദൗത്യമാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്. അത് അതിൻ്റെ ഭംഗിയോടുകൂടി തന്നെ പൂർത്തിയാക്കുമെന്നുള്ളൊരു വിശ്വാസമാണ്. അതെ, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടായിരുന്നു പൊന്നാനി MES കോളേജിൽ നിന്നാണ് തുടക്കം. അവിടുന്ന് പിന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി, പിന്നെ KSUവിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റായി, നിലവിൽ KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ആയിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കുന്നത്. ഇപ്പോൾ ഞാൻ PG ആണ് ചെയ്യുന്നത്. MA ഇംഗ്ലീഷാണ്. സെൻറ് മേരീസ് കോളേജ് സുൽത്താൻ ബത്തേരി. നിലവിൽ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമുക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്കിടയിൽ നിന്ന് അവരിൽ ഒരാളാവാനുള്ള ഒരു ഭാഗ്യം കൂടെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് തന്നെയാണ്. ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും തിരിച്ചു പിടിക്കാൻ, ഈ മംഗലം ജില്ലാ പഞ്ചായത്തിനെ തിരിച്ചു പിടിക്കാനും മംഗളമാക്കാനുമാണ് നമ്മുടെ ഒരു ശ്രമം. പിന്തുണ ഉണ്ട്. നമ്മൾ പോകുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നുള്ള റെസ്പോൺസ്, അവരുടെ സ്നേഹവും അവരുടെ ആ ഒരു പരിഗണനയൊക്കെ കാണുമ്പോൾ ഒരു ആത്മവിശ്വാസം ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ പ്രായം എന്നുള്ളത് ഒരു വ്യക്തിയെ അളക്കാനുള്ള ഒരു അളവുകോലായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. നമ്മൾ പരിചയ സമ്പത്ത് എന്നുള്ളതിലാണ് കാര്യമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കോളേജ് കാലഘട്ടം ആകുമ്പോഴും വിദ്യാർത്ഥികളുടെ ഒപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഇനി ജനങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിനൊപ്പം തന്നെ പഠിപ്പും കൊണ്ടുപോകാനാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ മംഗലം ഡിവിഷനിൽ ഒരുപാട് പ്രാഥമികമായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പോൾ കുടിവെള്ളം മുതലായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു അടിയന്തരമായിട്ടുള്ളൊരു പരിഹാരം കണ്ടെത്തണമെന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ 100% ആത്മവിശ്വാസമുണ്ട്, ജയിക്കും. നമ്മൾ തിരിച്ചു പിടിക്കും. തീർച്ചയായിട്ടും. വിലയിരുത്തൽ ഇപ്പം നമുക്കിനി ഏതാനും ഒരു ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ള ഇലക്ഷനാണ്. അപ്പോൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പരമാവധി എല്ലായിടത്തും എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിൽ എത്തുന്നത് നമുക്ക് പോസിബിൾ അല്ല. എന്നിരുന്നാലും നമുക്ക് ഒരുപാട് വാർഡുകൾ വരുന്നുണ്ട്, 69 വാർഡുകൾ വരുന്നുണ്ട്. പരമാവധി എല്ലായിടത്തും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. ഈ ചെറുപ്പക്കാരോടൊക്കെ ഒരു ഇതെങ്ങനെയാണ്? ഒരു വളരെ 22കാരിയായ ആളുകൾ, യൂത്ത് എന്ന് പറഞ്ഞാൽ ജെൻസി പിള്ളേർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പുതിയൊരു തലമുറ, പുതിയ ചിന്തകൾ, പുതിയ ആശയങ്ങളുള്ളവർ, അവരോട് ഇങ്ങനെ സംവദിക്കുമ്പോൾ എന്തായിരുന്നു ആ ഒരു പ്രതീക്ഷ? അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അവരുടെ ഒരു പ്രതിനിധി ആയിട്ട് കൂടെയാണ് ഞാൻ കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു വലിയ പിന്തുണ തന്നെ പിന്നിലുണ്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടി അവരെ ചേർത്ത് പിടിച്ചിട്ട് പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെയൊക്കെ പുതിയ വികസനങ്ങളും കൂടെ നമുക്ക് നടത്താൻ പറ്റുമെന്നുള്ളൊരു സാധ്യത കൂടെ നമ്മൾ പരിശോധിക്കുന്നു. ഇങ്ങനൊരു സ്ഥാനാർത്ഥിത്വം പാർട്ടി നിർദ്ദേശിക്കുമ്പോൾ വീട്ടുകാരടക്കം പഠിക്കുന്ന ഒരു കുട്ടിയാണ്, വീട്ടുകാരടക്കം എന്താണ് ഒരു തടസ്സം പറഞ്ഞു? ഒരിക്കലില്ല. വീട്ടിലൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അച്ഛനായാലും അമ്മയായാലും ചേച്ചി, ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ സപ്പോർട്ടായിട്ട് പിന്നിലുണ്ട്. എന്തായാലും അണിയറയിൽ മംഗലത്തുകാർക്കുള്ള ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് തല കുനിക്കേണ്ടി വരില്ല നാളുകളിൽ എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് നൽകാൻ സാധിക്കും. അവരുടെ കൂടെ എന്നും അവരിൽ ഒരാളായിട്ട് അവരുടെ ഒരു മകളായിട്ട് തന്നെയാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നും അതുപോലെ തന്നെ അവരുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് നൽകാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇവർ പറയുന്നത്. 22കാരിയായ ഒരു സ്ഥാനാർത്ഥി, വളരെ ചെറുപ്പമാണ്. ജെൻസി പിള്ളേരൊക്കെ ഇവരെ പിന്നാലെ തന്നെയുണ്ട്. കാരണം ഈ ഒരു സ്ഥാനാർത്ഥി ചെറുപ്പമാണ്, പുതിയ ആശയങ്ങളുണ്ട്, പുതിയ കാര്യങ്ങൾ സംവദിക്കുന്നു, സ്ത്രീകളടക്കം പിന്തുണയുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും ഇത് LDFൻ്റെ ഒരു മണ്ഡലമാണ്, ഒരു ഡിവിഷനാണ്. അത് തിരിച്ചു പിടിക്കും, ആ ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സ്ഥാനാർത്ഥി പങ്കുവെക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.